തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഹാർബർ സിറ്റിക്ക് എതിർവശം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടും പൈപ്പിന്റെ ചോർച്ച പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയുമില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ദിവസങ്ങൾ ഏറെയായി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകാൻ തുടങ്ങിയിട്ട്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹാർബർ സിറ്റി ബിൽഡിംഗിന് എതിർവശത്ത് പ്രധാന പാതയോട് ചേർന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത്. ദിവസവും ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് സമീപത്തെ ഓവുചാലിലേക്ക് ഒഴുകുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ വിഷയം എത്തിച്ചുവെങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട്. അവിടെ മേലെ പറഞ്ഞിട്ട് അവരെല്ലാം വന്ന് നോക്കിയിട്ടെല്ലാം പോയതാണ്. ഇനി ഒരു പരിഹാരമില്ല. ഇതിലെ വെള്ളം കുടിക്കാൻ തന്നെ വെള്ളമില്ല. പൈപ്പിലെല്ലാം തുള്ളി വെള്ളം തന്നെ ഇല്ല. 2 ദിവസം വെള്ളം ഇല്ലായിരുന്നു. ഒന്നുമില്ല. വന്നതിന് വീണ്ടും ഇങ്ങനെ പോകുന്നില്ല. ഇത് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യമാണെന്ന് വെള്ളമാണ് ഏറ്റവും ഉപകാരം. ആ വെള്ളം ഇങ്ങനെ പാഴായി പോകും. എത്ര ആഴ്ചകളോ ഇവരെല്ലാം പോയിട്ട് പറഞ്ഞിട്ടും അവരൊരു ഒരു ചെവിട്ട് കൊണ്ടില്ല. ഇത് തന്നെ അതിൻ്റെ അർത്ഥം. അതൊന്ന് അർജൻറ്റായിട്ട് ഇതൊന്ന് ഒന്ന് നന്നാക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുക. കൊടുംചൂടിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴാണ് ഈ കാഴ്ച. ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകൾ സ്ഥാപിച്ചതാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിക്കടി പൈപ്പ് പൊട്ടുന്നതിന് കാരണമെന്ന പരാതിയുമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ചോർച്ച തടയാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.